ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സുനീസ് പാചകം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ 8 months മുകളിലുള്ള കുട്ടികൾക്ക് പല്ലൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അവർക്ക് ഈ പല്ലിൻ്റെ അവിടെയൊക്കെ ഒരു ഗംസിൻ്റെ അവിടെയൊക്കെ അവർക്ക് തരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനും എന്തെങ്കിലും പെയിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു റിലീഫ് കിട്ടാനും ഒക്കെ ഇതേപോലെ നമ്മൾ തണുത്തിട്ടുള്ളതൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിലിപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ ഉള്ളിലെത്തിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പിൻ്റെ അളവിന് കാഷ്യൂസ് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുത്താലും നട്ട്സ് എന്തായാലും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 6 ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. 1 ഏലക്ക, അതും ഏലക്കേനെ ജസ്റ്റ് എൻ്റെ തോടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഓട്സ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓട്സ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂണിൻ്റെ അളവിന് അവിലാണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ മട്ട അവിലുണ്ടല്ലോ, ആ ചുമന്ന കളർ അവൽ, അത്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഇനി മോൾഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കത് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു 8 hours ഫ്രീസ് ചെയ്യുകയോ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾക്കും ഒക്കെ വേണമെങ്കിൽ കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് 8 months മുകളിലുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൽ അത്യാവശ്യം നമ്മൾ വേറെ മധുരമായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആകെ നമ്മൾ ആ ഈന്തപ്പഴത്തിൻ്റെ മധുരം തന്നെ ഇതിലുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ 2 വയസ്സ് വരെയൊക്കെ മാക്സിമം മധുരമൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കണം എന്നാണ് പറയാറ്. പഞ്ചസാര ഡയറക്റ്റ് കൊടുക്കാണ്ട് നമ്മുടെ പനങ്കൽക്കണ്ടൊക്കെ ആണെങ്കിലും അത് മധുരം അതിനനുസരിച്ചിട്ട് കൊടുക്കാം. പക്ഷേ നമ്മുടെ പിള്ളേർ കഴിക്കില്ല, അതൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം ഇതേപോലെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മധുരവും ഈന്തപ്പഴമൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്നത് വിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇത് അത്യാവശ്യം ഹെവി ആയിരിക്കും. കുഞ്ഞു കുട്ടിക്ക് ഇത് ഇത്രയും വേണ്ടി വരില്ല. ഞാനിത് സാധാരണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടാണ് ആൾക്ക് കൊടുക്കുക. ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവൾ അതെടുത്ത് കഴിച്ചോളും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. കുഞ്ഞു മോൾഡുകൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണമൊക്കെ ഒരു ദിവസം കൊടുക്കുന്നതുകൊണ്ട് വിഷയമില്ല. കാരണം നമ്മൾ ആകെ എടുത്തേക്കുന്ന 1/2 കപ്പ് കാഷ്യൂവും അതുപോലെ തന്നെ കുറച്ച് ഈന്തപ്പഴമാണ്. അപ്പോൾ ഒരു 4-5 ദിവസത്തേക്കുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അത് വിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ആ കോക്കനട്ട് മിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ചൂട് കാലമൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുക്കാൻ ശ്രമിക്കാം. നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ.